പ്രശ്നം പരിഹരിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയൂല. എന്തുകൊണ്ട്? ധീരനായ അഹ്ലുസുന്നയുടെ ഒരു നേതാവും മുസ്ലിം ലോകത്ത് വരാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സുന്നി ഭരണാധികാരി ഇന്ന് മുസ്ലിം ലോകത്ത് ഇല്ല. അതുകൊണ്ടാണ് 155 കോടി ജനങ്ങൾ മുസ്ലിം സമുദായം ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു രാജാവ് യോഗ്യനാണെങ്കിൽ മഹ്ദി ഇമാമിനെ ജനങ്ങൾ കാത്തിരിക്കൂല. ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. മഹ്ദി ഇമാം വന്ന പ്രശ്നം തീരുന്ന കുറെ ആളുകൾ എല്ലാവരും പറയാ മഹ്ദി ഇമാമിനെ ചോദിക്കണ കേട്ടാ അവര് മഹ്ദി ഇമാം വന്ന പ്രശ്നമൊക്കെ ഇപ്പൊ തീരും. മഹ്ദി ഇമാം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹത്തോത് മഹ്ദി ഇമാം ഒന്ന് പോകാൻ എല്ലാവരും പ്രശ്നം തീരുന്ന പ്രശ്നം തുടങ്ങും. പിടിച്ചിരുന്നോളി കസാരില്ല. മഹ്ദി ഇമാം പ്രശ്നം ഉണ്ടാക്കാനാ വരുന്നേ. നിങ്ങൾ വിചാരിക്കണ മഹ്ദി ഇമാം എല്ലാവരും ചോദിക്കാം മഹ്ദി ഇമാം എന്നാ വരും ഉസ്താദ്? ഞാനെന്താ മഹ്ദി ഇമാം തമ്മിൽ എന്തോ ഒരു മറ്റേ ഫോൺ കണക്ഷൻ ഉള്ള മാതിരിയാ. എവിടുന്ന് ചോദിക്കും അല്ല ഉസ്താദ് മഹ്ദി ഇമാം എന്താ വരും? മഹ്ദി ഇമാം എന്നെ മോട്ട് പോയി എന്നെ പേടിപ്പിക്കണ. മഹ്ദി ഇമാം പ്രശ്നം ഉണ്ടാക്കാനാ വരുന്നേ, പ്രശ്നം തീർക്കാനാ വരിക. മഹ്ദി ഇമാം 9 കൊല്ലമാണ് ഭൂമിയിൽ ഉണ്ടാവുക. വെളിവായതിനു ശേഷം 9 കൊല്ലം പ്രശ്നമായിരിക്കും. 9 കൊല്ലം കഴിഞ്ഞ് പോകാനും പോയി പ്രശ്നം തീരും. അതാണ് ഒരു നിലക്ക് മഹ്ദി ഇമാം വരാതിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? മഹ്ദി ഇമാമിനോട് എൻ്റെ അടുത്തൊരാളെത്തിയാൽ പോയി എന്ന് പറഞ്ഞാൽ പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ അള്ളാഹു തലവനെ തള്ളിക്കളയും. അള്ളാഹു കാക്കട്ടെ. ആദ്യം പ്രശ്നമാണ്. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റില്ല? എനിക്ക് പെണ്ണുങ്ങൾ കുട്ടികളുണ്ട്, കുട്ടീനെ രാവിലെ മദ്രസയിൽ കൊണ്ടാക്കണം അന്ന് പറയാൻ പറ്റില്ല. മഹ്ദി ഇമാം വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നിങ്ങൾ എന്താ വിചാരിച്ച് മഹ്ദി ഇമാം വന്ന നമ്മൾ ഈ മന്തിയും കുഴിമന്തിയും ഒക്കെ തിന്നുണ്ടടിയിൽ മഹ്ദി ഇമാം അപ്പൊ നമ്മൾ ചോദിച്ചു എവിടെ എത്തി? അവിടെ മറ്റേ ദുബായിൽ ഇറങ്ങിയിട്ടുണ്ട്. 3, 4, 5 മണിക്കൂറാണ് നമ്മളവിടെ കാത്തിരുന്നു. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എന്തെന്നെ നോക്കി പേടിപ്പിക്കുന്നത്? മഹ്ദി ഇമാം വന്ന പ്രശ്നമാണ് മനുഷ്യന്മാരെ. മഹ്ദി ഇമാം വന്നാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷേ തീർത്തിട്ട് തീരും. തീർക്കുമ്പോ കൂടി കൊടുക്കണം. മന്തി നടക്കൂല. നമ്മൾ മന്തി തിന്നണീന്റെ ഇടയിൽ മഹ്ദി ഇമാം വന്നു. അൽഹംദുലില്ലാഹ് ദാ മഹ്ദി ഇമാം ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ അടുത്ത വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും മാറി നിൽക്കുക. ദൂരത്ത് വരികയാണ്. മുത്തരുത്, പിടിക്കരുത്, കൈമുത്തരുത്. എല്ലാ നേതാവ് ക്ഷീണിതനാണ്. ഒന്നും പറയാൻ പറ്റൂല. അതൊന്നും നടക്കൂല. അതൊന്നും ഉണ്ടാവില്ല. പോരെ പോണം. എവിടെക്കാ പോണ്ടേ? യൂറോപ്പിലേക്ക്, ആസ്ട്രേലിയയിലേക്ക്. ഇതാര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. എനിക്ക് വരാനാവൂല എന്ന് പറഞ്ഞാൽ ഫലാ യതുബുല്ലാഹു അലൈഹിം അബദാ. മഹ്ദി ഇമാമിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞോടിയാൽ പിന്നെ അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. 9 വർഷമാകുമ്പോഴത്തേന് ഭൂമിയിൽ നീതി നിറയും. كما ملئت جورا وظلما ملأ الأرض عدلا وقسطا. صحيح البخاري صحيح مسلم. ملأ الأرض عدلا وقسطا. ഭൂമിയിൽ നീതി നിറക്കും. അവരെന്ന് വന്നപ്പോഴത്തേനും നീതി നിറയൻ. നീതി പറ നിറക്കും. كما ملئت. ഇവിടെ മലഅക്ക് ഫായിലുണ്ട്. ആരാ ഫായില്? മഹ്ദി ഇമാം. മറ്റടുത്ത് ഫായിലില്ല. കർമ്മണി പ്രയോഗമാണ്. കമാ മുലിഅത് ജൗറൻ വഉൽമാ. മഹ്ദി ഇമാം വരുന്നതിന് മുമ്പ് അനീതി നിറക്കപ്പെട്ട തരത്തിൽ അവർ പിന്നെ 9 കൊല്ലം കൊണ്ട് നീതി നിറക്കും. പണി ഉണ്ടാവും. സമ്മേളനം നടത്താനൊന്നും കഴിയൂല. മഹ്ദി ഇമാം പോയിട്ട് വേണ്ടി സമ്മേളനം നടത്താൻ.
9 കൊല്ലം സമ്മേളനം നടക്കൂല. മഹ്ദി ഇമാമൊക്കെ വഫാത്തായതിനു ശേഷം പിറ്റത്തെ കൊല്ലത്തെ സമ്മേളനത്തിൽ നമ്മൾ സ്വാഗതം പറഞ്ഞു. ഇങ്ങനെ പറയും, കഴിഞ്ഞ 9 കൊല്ലവും പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായതുകൊണ്ട് നമുക്ക് സമ്മേളനം നടത്താൻ കഴിയാത്തതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ പറയേണ്ടി വരും. സമ്മേളനത്തിന്റെ കാലാവില്ല. ഈ ചൊറുക്കൊന്നും ഉണ്ടാവില്ല. പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കുന്നു എന്ന പേരിൽ ഫോട്ടം കാട്ടിയിട്ട് സുപ്രഭാതത്തിനും സിറാജിനും കൊടുക്കൽ നടക്കൂല. അതൊന്നും നടക്കൂല. പണിയെടുക്കേണ്ടി വരും. നമുക്കിന്ന് ഫോട്ടം കാട്ടിയിട്ട് പത്രത്തിൽ കൊടുക്കാം. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. നമുക്ക് ഫോട്ടോ ഇല്ലാതെ ഒന്നും നടക്കൂല. മൗനജാതക്ക് വരെ മൈക്കത് ഏൽപ്പിക്കണ മനുഷ്യന്മാരാണ്. അതൊന്നും നടക്കൂല. എനിക്ക് തോന്നിയത് പ്രസംഗിക്കാൻ വേണ്ടിയാ വരിക, നിങ്ങൾക്ക് തോന്നിയ പ്രസംഗിക്കാനല്ല. അങ്ങനെ മനസ്സിലാക്കി ഈ കളിയൊക്കെ അവസാനിക്കും. ഒരു മുബത്തദിഇനെ മഹ്ദി ഇമാമിനെ അംഗീകരിക്കാൻ കഴിയൂല. അറബികളെ ബിദ്അത്ത് ബാധിക്കും. അതുകൊണ്ട് ഒരു അറബി മഹ്ദി ഇമാമിനെ പിൻപറ്റുകയില്ല. കാര്യത്തിന്റെ തുടക്കത്തിൽ പിന്നെ ഭയപ്പെടും, പിന്നെ മഹ്ദി ഇമാമിന്റെ പിന്നാലെ കൂടും. അപ്പോൾ ആദ്യകാലത്ത് മഹ്ദി ഇമാമിന്റെ പിന്നാലെ ആരായിരിക്കും? ഖുറാസാനികൾ. അവരാരാ? അവർ അറബികളല്ല, ഇറാഖികൾ. അവരാരാ? അവർ അസ്ലി അറബികളല്ല, പേർഷ്യക്കാരാണ്. ഇറാനികൾ, ഇറാഖികൾ. അതിന്റെ അർത്ഥം ഷിയാക്കൾ എന്നല്ല. ഇവരൊക്കെ അഹ്വാന് തഗയ്യുറാവും. മഹ്ദി ഇമാം വന്നാൽ പിന്നെ ഒരാൾ ഷിയ എന്ന് പറഞ്ഞിക്കൂല. അവരൊക്കെ ഏത് ഭാഗത്തേക്ക് വരും? ഹഖായ അഹ്ലു സുന്നത്തി വൽ ജമാഅ. തൗഫീഖ് തരട്ടെ. ഒക്കെ നടക്കും. വഹാബികൾ പരിശുദ്ധ അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വറക്കബർ അല്ലാഹു തൗഫീഖ് തരട്ടെ. വറക്കബർ അല്ലാഹു തൗഫീഖ് തരട്ടെ. വഹാബികൾ അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വരും. മഹ്ദി ഇമാം വന്നു കഴിഞ്ഞാൽ ഷിയാക്കൾ ഷിയ വിട്ട് അഹ്ലു സുന്നയിലേക്ക് വരും. മലഅൽ അർള അദ്ലൻ വഖിസ്താ. നീതി നടക്കും. ആദ്യം അറബികളൊന്നും ഒരാളുണ്ടാവില്ല. മക്കയിലാണ് മഹ്ദി ഇമാമിനെ ജനങ്ങൾ സ്വീകരിക്കുക. ആരാണ് മക്കയിൽ സ്വീകരിക്കാൻ വരുന്നവരാരാ? ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നത് ഇറാഖികൾ. എന്തുകൊണ്ട്? അവരാണ് പ്രശ്നം അനുഭവിച്ച് കുടുങ്ങിയവര്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 2003 അമേരിക്കയുടെ നായാട്ടിന്റെ കാലത്ത് എത്രയെത്ര വീടുകളിലാണ് തമ്മാടിക്കൂട്ടമായ അമേരിക്കക്കാർ കയറിക്കൂടിയത്. പാവപ്പെട്ട കുലീന കുടുംബങ്ങളിൽ പാവപ്പെട്ട പെണ്ണുങ്ങളെ മേൽ അവർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്കൊന്നും കയ്യും കണക്കുമില്ല. അതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ടാവും. എല്ലാം കൃത്യതയുണ്ടാവും. ഒരു കളി നടക്കില്ല. ملأ الأرض عدلا وقسطا كما ملئت جورا وظلما. അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വരും വഹാബികൾ. പക്ഷേ ആദ്യം വരൂല. മഹ്ദി ഇമാമിന്റെ കൂടെ അവരുണ്ടാവില്ല. ഒരു ഹിജാസി ഉണ്ടാവില്ല, ഒരു അറബി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അറബികളെ വഹാബിയത്ത് വിഴുങ്ങും. പിന്നീട് അവർക്ക് കാര്യം ബോധ്യപ്പെടും. വഹാബികൾ വഹാബിയത്തിനെ ഉപേക്ഷിക്കും, തബ്ലീഗുകാർ തബ്ലീഗിനെ ഉപേക്ഷിക്കും. എന്തുകൊണ്ട്? തബ്ലീഗിനൊന്നും മഹ്ദി ഇമാം വന്നാൽ ഒരു നിൽക്കക്കള്ളിയും ഉണ്ടാവില്ല. ഈ കാട്ടിക്കൂട്ടുന്നതിനൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഹഖായ മാർഗത്തിൽ മുഅ്മിനീങ്ങൾ യോജിക്കും. അതേതാണ് ഹഖായ മാർഗം? ഹഖായ സിറാത്തുൽ ലദീന. ആ മാർഗത്തിൽ യോജിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇവിടെ നടപ്പിലാക്കിയത്? എന്താണ് ഷെയ്ഖ് റിഫായി നടപ്പിലാക്കിയത്? എന്താണ് ചിശി നടപ്പിലാക്കിയത്? എന്താണ് ഇമാമിന് ശാഫിഈ അടക്കമുള്ള മഹാന്മാർ എന്താ നടപ്പിലാക്കിയത്? അത് നടപ്പിലാക്കും ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. അതുവരെ കണ്ടതിന് മുഴുവനും റെവല്യൂഷൻ എന്ന് പറയും. എന്ത് പറഞ്ഞാലും അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ 2010 കാലഘട്ടങ്ങളിൽ വന്നു ചില അറബ് വസന്തം എന്ന പേരിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായി. ആ കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചില ആളുകൾ വിപ്ലവം വരുന്നു, മുസ്ലിമീങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു
എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി പുസ്തകമിറക്കി. ഞാൻ ഈ കേരളം മുഴുവനും അക്കാലത്ത് പ്രസംഗിച്ചിരുന്നു. ഇത് റവല്യൂഷൻ അല്ല, അത് ഇസ്ലാമിക റവല്യൂഷൻ എന്ന് പറയാൻ പാടില്ല. പ്രബോധനം പുസ്തകമിറക്കി ഇസ്ലാമിക റവല്യൂഷൻ എന്ന പേരിൽ. ഇന്ന് ആ പുസ്തകം തന്നെ കാണാനില്ല എന്റെ കയ്യിൽ. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ചാനൽ ഉണ്ടാക്കി, അതിനുവേണ്ടി അനവധി ലേഖനങ്ങൾ പ്രബോധനം എഴുതി. ഇതാ ഇസ്ലാമിക വിപ്ലവം വരുന്നു, വലിയ നേട്ടം മുസ്ലിമീങ്ങൾ കൊയ്യാൻ പോകുന്നു. എന്താ ഉണ്ടായത്? യഥാർത്ഥത്തിൽ ജൂതന്മാർ നടത്തിയ ചതിയായിരുന്നു അറബ് വസന്തം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരണാധികാരികൾ ഏകാധിപതികളായാൽ പോലും ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. എത്ര കാലം? ഹത്താ തൽഖൗനി ഇൻദൽ ഹൗലി, ഹൗലിൻകരയിൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയൊക്കെ നമ്മൾ കാറ്റിൽ പറത്തി. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വികാര ജീവികൾ മാത്രമാണ്. ഞാൻ അവരെ കുറ്റം പറയൽ എന്റെ ലക്ഷ്യമല്ല കേട്ടോ സഹോദരങ്ങളെ. നിങ്ങൾ ഹക്കായ ദീനിലേക്ക് വരണം, അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ മാത്രമാണ്. നിങ്ങൾക്ക് എത്ര വട്ട പേച്ച്, എത്ര വട്ടാണ് ഇവർക്ക് പേച്ച്? എങ്ങനെ ഒരു ഉമ്മത്തിന് ഇങ്ങനെ പേക്കണം? എന്തുകൊണ്ടാ പിഴച്ചത്? എന്തുകൊണ്ടാണ് ഇവർക്ക് പിഴക്കുന്നത്? ലോകരാജ്യങ്ങളിൽ മുഴുവനും തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചു. എന്തുകൊണ്ട് നിരോധിച്ചു? അടിസ്ഥാനപരമായി ടെററിസം ലോകത്ത് വ്യാപിച്ചത് ഈ വിഭാഗമാണ് വ്യാപിപ്പിച്ചത്. വഹാബിയത്തിനെ ലോകത്ത് പ്രചരിപ്പിച്ചതും തബ്ലീഗുകാരാണ്. UK മുതൽ ഓസ്ട്രേലിയ വരെയും വഹാബിയത്തിന്റെ പ്രചാരകരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് തബ്ലീഗുകാരാണ്. അതുകൊണ്ട് പല രാജ്യങ്ങളും പൊറുതിമുട്ടി ആ സംഘടനയെ നിരോധിച്ചു. എത്രയോ രാജ്യങ്ങൾ, റഷ്യയിൽ അടക്കം, ഇങ്ങനെ ലോകത്തിന്റെ അനവധി രാജ്യങ്ങളിൽ തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഭീകരവാദവും ടെററിസവുമാണ് ലോകത്തെ അനവധി രാജ്യത്തിനും രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ബോധ്യപ്പെട്ടു. ചിന്തിക്കണം എന്തുകൊണ്ട്. എന്നാൽ അഹ്ലുസ് സുന്നയുടെ മാർഗം അങ്ങനെയല്ല. അഹ്ലുസ് സുന്നയുടെ മാർഗം സമാധാനമായ ദീനി പ്രവർത്തനം നടത്തുക എന്നതാണ്. അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ ഹക്കായ മാർഗത്തിൽ പ്രചരിപ്പിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യന് ഹക്കായ ദീനിന്റെ മാർഗത്തിലായാൽ അവന്റെ ഉള്ളിൽ നിന്ന് അവന് വെളിച്ചമുണ്ടാവും, അവന്റെ ഖൽബിൽ നിന്ന് വെളിച്ചം പുറത്തു വരും. ആ വെളിച്ചം കണ്ടാൽ ലോകം മുഴുവനും അവനെ സ്വീകരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അഹ്ലുസ് സുന്നയുടെ കൂടെ നിൽക്കണം, ഹക്കായ അതിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ 1926 സ്ഥാപിതമായിട്ടുള്ളത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയൂല. എന്തുകൊണ്ട്? ധീരനായ അഹ്ലുസ് സുന്നയുടെ ഒരു നേതാവും മുസ്ലിം ലോകത്ത് വരാതെ ബൈത്തുൽ മുഖദ്ദസിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സുന്നി ഭരണാധികാരി ഇന്ന് മുസ്ലിം ലോകത്ത് ഇല്ല. അതുകൊണ്ടാണ് 155 കോടി ജനങ്ങൾ, മുസ്ലിം സമുദായം ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ഏതെങ്കിലും രാജാവ് യോഗ്യനാണെങ്കിൽ മഹ്ദി ഇമാമിനെ ജനങ്ങൾ കാത്തിരിക്കൂല. ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നിലവിലുള്ള ഗസയിലെ പ്രശ്നങ്ങളെ യുദ്ധം നീളും എന്നല്ല, യുദ്ധം നിന്നേക്കാം. പക്ഷേ ബൈത്തുൽ മുഖദ്ദസിനെ പൂർണ്ണമായി മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയില്ല. എന്തുകൊണ്ട്? ഇന്നൊരു സുന്നിയായ നൂറുദ്ദീൻ സംഘി ലോകത്തില്ല, ഇന്നൊരു സുൽത്താൻ സലാഹുദ്ദീൻ ലോകത്തില്ല. അതില്ലാതെ പ്രശ്നം പരിഹരിക്കുകയുമില്ല. എന്തുകൊണ്ട്? ഏത് പ്രശ്നം വന്നാലും സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, മുൻഗാമികളിലേക്ക് തിരിച്ചു മടങ്ങണം. മുൻഗാമികളെ തിരിച്ചു മടങ്ങാൻ ഇന്നത്തെ വഹാബികൾ തയ്യാറില്ല. ഒരു ഭരണാധികാരി എന്ന് പറയാവുന്ന ഒരു നേതാവ് സുന്നിയല്ലാതെ ലോകത്ത് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ചില ആളുകൾ എണ്ണുന്നത് ഇബ്നു സഊദിനെയാണ്. അയാൾ അക്രമിയാണ്. 1744 ഇബ്നു സഊദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും തമ്മിൽ കരാറുണ്ടാക്കി. എന്തിനാ കരാറുണ്ടാക്കിയത്? മുസ്ലിമീങ്ങളെ കൊല്ലാൻ. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അവർ കൊന്നു.
അതിന്റെ തുടർച്ചയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി. വഹാബികൾ ബ്രിട്ടന്റെ സഖ്യസേനയുമായി യോജിച്ചു. അതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാന കാരണം. അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞാൽ വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അഹ്ലുസുന്നയുടെ ഹക്കായ പന്ഥാവിൽ ബഹുമാനപ്പെട്ട മുസ്ലിം നേതാക്കന്മാർ, രാജാക്കന്മാർ, ഇമാമിയങ്ങൾ അവർക്കൊക്കെ തമ്മിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ മതപരമായ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുതൽ അബ്ദുൽ ഹമീദ് രണ്ടാമൻ വരെ ഇല്ല. എല്ലാവർക്കും ഒരു വിശ്വാസം, ഒരു തറാവീഹ്, ഒരു ജുമാ ജമാഅത്ത്. ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിച്ചത് സത്യത്തിൽ പേർഷ്യക്കാരാണ്. ഇമാമിങ്ങളിൽ വലിയൊരു ശതമാനം പേർഷ്യക്കാരാണ്. അനറബി രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആരാ? അറബിയല്ല, അനറബിയാണ്. പ്രസംഗിക്കാൻ വേണ്ടി ബഗ്ദാദിൽ പ്രസംഗിക്കാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, യഖ്ലത്തിൽ വന്ന് പറഞ്ഞു ബഗ്ദാദ് പള്ളിയിൽ പ്രസംഗിക്കണം. അപ്പോൾ ഹബീബിനോട് വിനയത്തോട് പറഞ്ഞു, നബിയേ, ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ഞാനൊരു അനറബിയല്ലേ, എന്റെ മാതൃഭാഷ അറബിയല്ല. ഞാൻ അനറബിയാണ്, അറബിയല്ല. എവിടെയാ ജനിച്ചത്? ഇറാനിലാണ്. ഇറാനിലെ ഭാഷ അറബിയല്ല. ഇമാം ഗസാലിയുടെ ഭാഷ അറബിയല്ല, പേർഷ്യൻ ഭാഷയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവരാരെങ്കിലും ഒരു വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ കേട്ടിട്ടുമില്ല, ഖുത്ബ ഓതിയിട്ടും ഇല്ല. ഇന്ന് വഹാബികൾ അറബിയല്ലാത്ത ഭാഷയിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്നവർക്ക് എന്ത് പാരമ്പര്യ ഇസ്ലാമിനെയാണ് അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. ഇവരൊന്നും അറബികളല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അറബിയല്ല. അടിസ്ഥാനപരമായി അവരാരാ? അവർ ഇറാനിയാണ്. ഇറാനിലെ മാതൃഭാഷ അറബിയല്ല. എന്നാൽ ഒരു വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഖുത്ബ ഓതിയിട്ടുമില്ല, അറബിയല്ലാത്ത ഖുത്ബ കേട്ടിട്ടുമില്ല. ഇമാം ഗസാലി അറബിയല്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറബിയല്ല. അറബി അറിയും, പക്ഷേ മാതൃഭാഷ അറബിയല്ല. ഇനി ഒരു രസം കേട്ടോളൂ. ഇനി ഇമാം മഹ്ദി വരും. ഇമാം മഹ്ദിയുടെ പട്ടാളത്തിൽ ഒരു അറബി ഉണ്ടാവുകയില്ല, ഒരു അറബി ഉണ്ടാവും. യതകല്ലമുന ലുഗത്തൽ അറബിയ, അറബി ഭാഷ സംസാരിക്കും. നമ്മളെ മൂല്യമാർ ഉസ്താദ്മാരൊക്കെ അറബി സംസാരിക്കും. ഒന്ന് പറയും മനുഷ്യന്മാരെ, മഹ്ദി ഇമാമിന്റെ പട്ടാളം, മഹ്ദി ഇമാം വരുമല്ലോ, വരൂലേ? വരും. പട്ടാളം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആരുണ്ടാവില്ല? അറബി ഉണ്ടാവും. ഇന്ന് രാത്രി പോയി ഇത് ചെലറാമത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അതിന്റെ ഉമ്മ ഞാൻ മരിച്ചു എന്നൊക്കെ മാഷറിനോട് ചോദിക്കാം. ഉണ്ടാവില്ല, ഉണ്ടാകൂല. ഒരു അറബി ഉണ്ടാവില്ല. അറബികളെ അബ്ദുൽ വഹാബ് ചതിച്ചതാണ് കാരണം. വലിയ ഫിത്നയിൽ അറബികൾ പെട്ടുപോയി. ഒരു അറബി ഉണ്ടാവില്ല. മഹ്ദി ഇമാമിന്റെ പട്ടാളത്തിൽ ഒരു അറബി ഇല്ല, ഒരു അറബി ഇല്ല, ഒരു അറബിയുൻ വാഹിദ്, ഒരു അറബി ഉണ്ടാവുകയില്ല. എല്ലാം അറബികളായിരിക്കും. പക്ഷേ യതകല്ലമുന ലുഗത്തൽ അറബിയ, അവർ അറബി ഭാഷ സംസാരിക്കും. ഉസ്താദ്മാരൊക്കെ അറബി സംസാരിക്കും. ഇവരൊക്കെ അറബി സംസാരിക്കൂലേ? സംസാരിക്കും. അറബിയാണോ? മഹ്ദി ഇമാം വന്ന പട്ടാളത്തിൽ അറബി സംസാരിക്കുന്നവരുണ്ടാവും. ആരുണ്ടാവില്ല? അറബി ഉണ്ടാവില്ല. ഇമാമിങ്ങളൊന്നും അറബികളല്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനക്കാരെ ഇമാം ഒഴിച്ചാൽ ബാക്കി 3 ഇമാമിങ്ങളും അറബിയല്ല, പേർഷ്യക്കാരാണ്. ചിന്തിക്കുന്നതൊക്കെ പഠിക്കുക. പക്ഷേ അവര് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ കേട്ടിട്ടില്ല, അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല. ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയതാരാ? മുസ്തഫ അത്താതുർക്ക അതിനു വേണ്ടി കൽപ്പിച്ചത്. അയാൾ എവിടുന്ന് പഠിച്ചു? അയാൾ മദീനയിൽ നിന്നല്ല പഠിച്ചത്, അയാൾ യൂറോപ്പിന്റെ സംഗതിയാണ്.
അയാളാണ് അറബി അല്ലാത്ത ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത്. അഥവാ പ്രമാണയോഗ്യരായ ഒരു ഇമാം, ഒരു നേതാവ്, അഹ്ലു സുന്നയിൽ പെടാത്തൊരു നേതാവ് 1400 ചില്ലാനം കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. പിന്നൊരു ഇബ്നു തൈമിയ, അയാൾ നേതാവല്ല. പിന്നൊരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അയാൾ കാട്ടറബിയാണ്, അയാൾ നേതാവല്ല. ഒരു കത്ത് കൊണ്ടുവന്നപ്പോൾ ചിലർ പറഞ്ഞു ഇത് കത്ത് ഇതൊരു കാട്ടറബിയുടെ എഴുത്ത് പോലെയുണ്ട്. ഇത് നമ്മളെ നേതാവിന്റെ എഴുത്തല്ല. നിന്റെ നേതാവ് കാട്ടറബിയാണോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കാട്ടറബിയാണ്. നജിദികളെല്ലാം അറബികളാണ്, കാട്ടറബികളാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ. ഹബീബായ റസൂലുള്ളാഹി ദുആ ചെയ്തു. വഫീ നജിദിനാ ഒരാൾ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞില്ല. പലവട്ടം പറഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക്, ഇതൊക്കെ ചിന്തിക്ക്. 20 റക്അത്തല്ലാതെ മുസ്ലിം ലോകത്തെ ഇമാം തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, മുസ്ലിം ചരിത്രത്തിൽ ഇല്ല. AD 632 തുടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്തിന്റെ വർഷം AD 1908 മഹ്മൂദ് അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരി 20 റക്അത്തല്ലാതെ തറാവീഹ് അനുവദിച്ചിട്ടില്ല. ചിന്തിക്ക്. ദീനിയായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അവര് യാത്ര പോയപ്പോൾ ഉമ്മ മരിച്ചു. വഹുവ ഗായിബുൻ അൻഹാ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് പറയാം. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു വഹുവ ഗായിബുൻ അൻ ഉമ്മിഹി. ഉമ്മയുടെ പരിസരത്തില്ലാത്തൊരു യാത്രയിലായിരുന്നു. ഫതുവഫിയത് ഉമ്മുഹു. ഉമ്മ മരിച്ചുപോയി. വഹുവ ഗായിബുൻ അൻഹാ. ഉമ്മ ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദ നാട്ടിലില്ല. പിന്നെ വന്നപ്പോഴത്തിന് ഉമ്മയെ മറവ് ചെയ്തിട്ടുണ്ട്. ഫഅതൻ നബിയൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. ഹബീബായ നബിയോട് ചോദിച്ചു, നബിയേ, എനിക്ക് എന്റെ ഉമ്മാക്ക് വേണ്ടി കൂലി കിട്ടാൻ സദഖ ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യാൻ? ഇൻ തസദ്ദഖ അയൻഫഉഹാ ഇൻ തസദ്ദഖതു അൻഹാ. ഞാൻ എന്ത് ചെയ്താൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകരിക്കുമോ? സഅദ് ബിൻ ഉബാദ ഹബീബായ നബിയോട് ചോദിച്ചു. നഅം, അതെ അതെ, യാതൊരു തർക്കമില്ല. അന്ന് മദീനയിൽ വെള്ളക്ഷാമമുള്ള കാലമായിരുന്നു. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു കിണർ കുഴിച്ചു. ജനങ്ങൾ ആ കിണറിന് വെള്ളം മുക്കിക്കൊണ്ടുപോകും. വെള്ളം മുക്കുമ്പോൾ ആളുകൾ പറയും, ഹാദിഹി ലി ഉമ്മി സഅദിൻ. നമ്മൾ മുക്കണ ഓരോ തൊട്ടിയുടെയും കൂലിയായിരിക്കാം ഉമ്മു സഅദിന. ഇവിടെ ഈ കഴിഞ്ഞ 98 കൊല്ലം വഹാബികൾ പ്രസംഗിച്ചതെന്താ? അയാൾ ചെയ്തതേ കിട്ടൂ, വേറൊരാൾ ചെയ്തേ കിട്ടൂല. ഇത് സ്വഹാബത്തിനെതിരാണ്, ഇത് താബിഈങ്ങൾക്കെതിരാണ്, താബിഈങ്ങൾക്കെതിരാണ്. ഈ വഹാബി വിശ്വാസമുള്ള ഒരു മുസ്ലിം രാജാവോ ഒരു മുസ്ലിം ഇമാമോ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയുടെ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് റൂഹിൽ ഉണ്ട്, കാനത്തിൽ അൻസാർ ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി ഫയഖറഊനൽ ഖുർആൻ. അൻസാരിങ്ങൾക്ക് ഒരു പതിവ് ഉണ്ടായിരുന്നു. ആരാ പറയുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി. നിങ്ങൾ ചിന്തിക്കുക, ആരുടെ ശിഷ്യൻ? ഇബ്നു തൈമിയുടെ ശിഷ്യനായ സാക്ഷാൽ ഇബ്നുൽ ഖയ്യിം പറയുന്നു തന്റെ കിതാബ് റൂഹിൽ പറയാ, എന്ത്? കാനത്തിൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി. അൻസാരിങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം? ഒരാൾ മരിച്ചാൽ ഖബറിലേക്ക് സ്ഥിരമായി നടക്കും. ഫയഖറഊനൽ ഖുർആൻ. പിന്നെ അവിടെ പോയിട്ട് പറയും. ഇത് നിരാക്ഷേപം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഈ വഹാബികളുടെ പ്രചണ്ഡമായ പ്രചാരണം വന്നപ്പോൾ നമ്മൾ ആളുകൾക്ക് തോന്നി തുടങ്ങി ഇത് ശരിയല്ലല്ലോ എന്ന് പ്രചണ്ഡമായ പ്രചാരങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ലേശം ബാക്കിലേക്ക് വന്നു. നിങ്ങൾ ചിന്തിക്കും, കാനത്തിൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി.
അതുകൊണ്ട് അടിസ്ഥാനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഏത് കോലത്തിലും നിങ്ങൾ വഞ്ചിതരാകേണ്ട. മഞ്ചേരിയും പരിസരവുമാകുമ്പോൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇത് പറയല്ലാതെ നിർവാഹമില്ല എന്ന നിലക്കാണ് ഞാൻ ഇത് പറയുന്നത്. പറയൽ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തബ്ലീഗിന്റെ അഖീദ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അഖീദയാണ്. ഒരു മനുഷ്യന്റെ അഖീദ നന്നാവാതെ ആ വ്യക്തി നന്നാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഖീദ നന്നാവുക. അവരുടെ ചെയ്തികൾ എന്താണോ വഹാബികൾ ചെയ്യുന്നത് അതേ കർമ്മം തബ്ലീഗുകാർ ചെയ്യും. വഹാബികൾ അറബിയല്ലാത്ത മലയാള പ്രസംഗത്തിൽ വെള്ളിയാഴ്ച പങ്കെടുക്കും, അത് തബ്ലീഗുകാരും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ലോകത്ത് ഇമാമിങ്ങളിൽ ബഹുഭൂരിപക്ഷവും അറബികളല്ല. പക്ഷെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടും ഇല്ല, അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടും ഇല്ല. യൂറോപ്പിന്റെ 3/4 മുസ്ലിമീങ്ങൾ ഭരിച്ചു. സലീം ഒന്നാമനെ പോലത്തെ ഭരണാധികാരികൾ, ബയസീദിനെ പോലെയുള്ള ഭരണാധികാരികൾ, അതേപോലെ സുലൈമാനുൽ ഖാനൂനിയെ പോലെയുള്ള ഭരണാധികാരികൾ. അദ്ദേഹം മരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, AD 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം മരിക്കുന്നത് ഹംഗറിയിലാണ്. യൂറോപ്പിന്റെ ഭാഗങ്ങൾ വരെ ഭരിച്ചു. ഈ കഴിഞ്ഞ വർഷം ഞാൻ അതിന്റെ താരീഖ് പരിശോധിച്ചപ്പോൾ അത്ഭുതം തോന്നി. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ആയിരക്കണക്കായ പള്ളികൾ. ആ പള്ളികളിൽ റബീഉൽ അവ്വലായാൽ ബഹുമാനപ്പെട്ട ഉസ്മാനികൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിമനോഹരമായി പള്ളികൾ ചമയിക്കും, മൗലിദുകൾ ഇങ്ങനെ ഒഴുകും. വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായ പ്രാർത്ഥന നടക്കും, പ്രത്യേകമായി ബുർദ ചൊല്ലി ദുആ ചെയ്യും. നിസ്കാരം വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ ബുർദ പൂർത്തിയാക്കി ഓടിയിട്ട് ദുആ ചെയ്യുന്ന അനവധി പള്ളികൾ ഇന്നും ലോകത്തുണ്ട്. അതൊക്കെ ഒരു കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നു. ഉസ്മാനികളൊക്കെ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അതെല്ലാം പിന്നീട് ബ്രിട്ടീഷുകാർ ഇല്ലാതെയാക്കി. ബ്രിട്ടീഷുകാരുടെ ഒത്താശകൾ മുഴുവനും ഈ വിഭാഗങ്ങൾ ചെയ്തു കൊടുത്തു. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. അടിസ്ഥാന പാരമ്പര്യ രീതിയെ നിരാകരിക്കുന്ന ഒരു സമൂഹം 1400 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. അത് പോയപ്പോൾ മുസ്ലിമീങ്ങൾ ക്ഷയിച്ചു. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് തിരിച്ചു വരാതെ മുസ്ലിം ഉമ്മത്തിന് ഉശിരുണ്ടാവില്ല. ഇന്ന് വരിയൊടച്ച മൂരികളെ പോലെയായി. വരിയൊടച്ച മൂരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വരി ഉടച്ച മൂരിയും വരി ഉടക്കാത്ത മൂരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവയവങ്ങളെല്ലാം വരി ഉടക്കാത്ത മൂരിക്കുള്ള അവയവങ്ങളെല്ലാം വരി ഉടച്ച മൂരിക്കുണ്ടാവും, പക്ഷെ കാര്യം നടക്കും. മുസ്ലിം ലോകം ഇന്ന് വരി ഉടച്ച മൂരിയാണ്. ഓക്കെ, ഭരണാധികാരികളൊക്കെ എന്റെ ബാക്കിൽ നിന്ന് ചിരിച്ചിട്ട് കാര്യമില്ല. എന്താ വരി ഉടച്ച മൂരിയും വരി ഉടക്കാത്ത മൂരിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നും നടക്കൂല. ഈ ഒച്ചമുളി ഉണ്ടോ? അതുണ്ടോ? അതുമില്ല. സത്താർ സാഹിബ് ഇവിടെ പ്രസംഗിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തും പിന്നെ ഗസയുടെ പേരിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, നടക്കാതെയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പല മുസ്ലിം രാജ്യത്തും നടക്കണില്ല. എന്തുകൊണ്ട്? പരിവർച്ച മൂല്യങ്ങളെ പോലെയാണ്. എല്ലാം കൂടി ഞാൻ പറയണില്ല, നിങ്ങൾക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ട. അങ്ങനെയാണല്ലോ. എനിക്കൊന്നും പേടിയില്ല, നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് ഞാൻ പരിഗണിക്കില്ല. നിങ്ങൾ പേടിയുള്ള കൂട്ടത്തിലാണ് എന്ന് പരിഗണിച്ചത് കൊണ്ട് നിങ്ങളെ സ്റ്റേജിൽ വെച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് പേടിയില്ല. ഇതൊക്കെ ചിന്തിക്കി. നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് കൂടി, കടപ്പുറം മുസ്ലിം രാജ്യങ്ങൾ ഇതിനേക്കാൾ കടപ്പുറല്ലേ എവിടെ സമ്മേളനം നടന്നത്? നിങ്ങൾ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് കാത്തി പറയാൻ കഴിയുമോ? കടപ്പുറമില്ലാത്തതുകൊണ്ടാണോ മുസ്ലിം രാജ്യങ്ങളിൽ സമ്മേളനം നടക്കാതിരുന്നത്? നമ്മളെ കടപ്പുറത്തൊക്കെ കുറച്ച് മരവും മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ട്. ചില മുസ്ലിം രാജ്യത്തെ കടപ്പുറത്ത് ഒരു പഞ്ചാര മണലല്ലാതെ പറയും ഒന്നുമില്ല. കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ ഒറ്റ സമ്മേളനം നടത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ എന്ത് നടന്ന് അവിടെ എന്ത് നടക്കാത്ത? ഇവിടെ നടന്നതിനും കാരണമുണ്ട്, അവിടെ നടക്കാത്തതിനും കാരണമുണ്ട്. രണ്ടും എനിക്കറിയും. നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ബുദ്ധിമുട്ടാവും.
അതുകൊണ്ട് പറയുന്നു എല്ലാം കൂടി അങ്ങനെ പറഞ്ഞോടല്ലോ. എനിക്ക് രണ്ടും അറിയാം. ഇവിടെ നടന്ന എന്താന്ന് അറിയും, അവിടെ നടക്കാത്ത എന്താന്നും എനിക്കറിയും. ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഇതൊക്കെ നാടകമാണ് മനുഷ്യന്മാരെ, നാടകം. ഈ നാടകത്തിന് നമ്മൾ ഭയപ്പെടണ്ട, ഇതൊക്കെ നാടകമാണ്. അതേ സമയത്തിന് പന്ത് കളിയായാൽ ചാടിക്കളിക്കുന്നതിന് യാതൊരു മടിയുമില്ല. ഒരു മുസ്ലിം രാജ്യത്തൊരു പന്ത് കളി നടന്നു. അല്ലോ പന്ത് കളിയെ പറ്റി ഞാനൊരു പ്രസംഗം നടത്തിയോ, അല്ലോ ഇന്ന ഒരു റോട്ടിലിട്ട് തല്ലിയിട്ടില്ല. ഒരു യുദ്ധാണ് എനിക്കെതിരെ. ഒരു ഇസ്ലാമിലാക്കാണ്. എത്ര ആളാണ് മുസ്ലിമാണ്. ഞാനും നിർത്തി. എന്തുകൊണ്ട്? ഞാൻ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഞാനായി തടയണ്ട. എനിക്ക് തോന്നിപ്പോയി അള്ളാന്റെ റസൂലിനെ അള്ളാഹ്ക്ക് ഒരു പന്തും കൊണ്ട് പറഞ്ഞാൽ മതി. എന്റെ മനുഷ്യന്മാർ, നിങ്ങൾ ആ ചുമരുമെന്ന് വരച്ചു നോക്കി, നിങ്ങളെ വലിപ്പത്തിലുണ്ട്. ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള മാർഗാത്രേ പന്തുകളി. എന്റെ മനുഷ്യന്മാർ, ജാമൂസുകൾ എന്ന് ഞാൻ പറയാത്ത ജാമൂസുകൾക്ക് ഒരു മാന്യത ഉള്ളതുകൊണ്ടാണ് ഓല് എനിക്കെതിരെ മൈസറിൽ കേസ് കൊടുത്തത്. ആക്കല് പോയ എന്ത് കാട്ടാൻ. ഇവിടെ പന്ത് കളിയും, ഇവിടെ വേൾഡ് കപ്പിന്റെ ആരവം, അവിടെ ആയിരക്കണക്കായ കുട്ടികളെ കൊല്ല. കടപ്പുറമില്ലാത്തോണ്ടല്ല, പറയണില്ല, പറഞ്ഞത് നന്നാവൂല. അതുകൊണ്ട് നന്നാവൂല. കേട്ടിട്ടാവില്ല പപ്പയാണെങ്കിൽ മൈക്കക്കാരൊക്കെ കുത്തുബുല്ലാക്കുത്താവോ. ഒരു മൈക്കക്കാരനായ ഔലിയാനെ ഞാൻ അറിയില്ല. ഒരാളുണ്ടാവില്ലേ, എന്തേ ഓൻ കുറച്ചാലും മൈക്കും കൊണ്ട് നടന്നേന് വയലൊക്കെയാണ് കേട്ട് പിന്നീടാവില്ലേ. ഇവർക്ക് വയലേക്കല്ലാത്തൊരു പണിയില്ല. ഒരു മൈക്കക്കാരൻ ഔലിയക്കാരൻ വരെ ഉണ്ടായിട്ടില്ല. കേട്ടോണ്ട് എന്നാണെങ്കിൽ മൈക്കക്കാര് ഔലിയ കുത്തുബുല്ലാക്കുത്താവാണ്. അതിന് മാത്രം ആര് വെച്ചിട്ടേലും ഒരു വെള്ളേക്കും. من أحيا سنتي عند فساد أمتي فله أجر 100 شهيد. ഒരു കാലത്ത് ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. എന്തുകൊണ്ട്? 100 ഷഹീദിന്റെ പണിയുണ്ടാവും. 100 ഷഹീദിന്റെ പണിയുണ്ടായാലേ 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. فيكون فيهم مثل أبي بكر وعمر. ഹബീബായ മുഹമ്മദ് മുസ്തഫ അവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അടക്കമുള്ള പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. അതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇനി നടമാടാൻ പോകുന്ന കാലഘട്ടമാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കായ പ്രചാരണത്തിന് നിയമപരമായി രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ആ നിയമത്തെ വെല്ലുവിളിക്കാതെ മാന്യമായി പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനും പ്രവർത്തകന്മാർ തയ്യാറാകണം. ഒരാൾ തന്റെ വീട്ടിലെ മക്കളോട് ഉപദേശിക്കണം. ഓരോരുത്തരും മക്കളോട് ഉപദേശിക്കണം. എല്ലാവരും മക്കളെ കൂടിയിരുത്തി ഒരു ഞായറാഴ്ച ബാപ്പാക്ക് മക്കളെ കിട്ടുകയാണെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മക്കളെ, യൂറോപ്യൻ സിവിലൈസേഷന്റെ പിന്നാലെ ഓടരുത്. യൂറോപ്യനാൽ ഒരു പിശാചിന്റെ നാടാണ്. യൂറോപ്പ എന്നത് തന്നെ ഒരു പിശാചിന്റെ പേരാ. യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ എതിർത്തപ്പോൾ വലിയ പുലിവാലികൾ ചില ആളുകൾ ഉണ്ടാക്കി. ഞാൻ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ എതിർക്കുകയല്ല. യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കാതെ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ സ്വീകരിച്ചാൽ വലിയ ദുരന്തം മുസ്ലിമീങ്ങൾക്കുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ അടയാളങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മതപണ്ഡിതന്മാരിൽ വരെ പ്രത്യക്ഷമായി തുടങ്ങി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ദുരന്തമാണ്. യൂറോപ്യൻ എന്ന പേരിൽ, ഏഷ്യ എന്ന പേരിൽ ഒരു പിശാചില്ല. അതേ സമയത്ത് യൂറോപ്യൻ എന്നൊരു പിശാചിന്റെ പേരാണ്. യൂറോപ്പ ഒരു പിശാചിന്റെ പേരാ. ഒരു പിശാചിന്റെ പേരിൽ ഒരു രാജ്യം, ഒരു വലിയ വൻകര നിലവിൽ വന്നതാ. പിശാചിനെ ആരാധിക്കുന്നവരാ യൂറോപ്യന്മാർ. എന്നും ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇനി നമ്മുടെ നാട്ടിൽ സുലഭമാകാൻ പോകുന്ന ഒരു എന്താ പറയാ, ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു കച്ചവട ചരക്കിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് 2 വാക്ക് നേരം വൈകിയോ? അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റുകളിൽ മെൻസസ് ബ്ലഡ് വിൽക്കൽ സാർവത്രികമാകുമെന്ന് 2-3 ആഴ്ച ഒരു പ്രസംഗമെത്തിയെ ഞാൻ പറഞ്ഞിരുന്നു.
ചില ആളുകൾ അതിന്മേൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾക്ക് സ്കോട്ട്ലൻഡിലാണ് ജോലി, അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു. നേരിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. യൂറോപ്പിൽ എന്നോ വിൽക്കുന്ന വിൽപ്പന ചരക്കാണ് എന്ത്, മെൻസസ് ബ്ലഡ്. ഏറ്റവും മാർക്കറ്റിംഗ് വരും, വലിയ മാർക്കറ്റ് വരും മെൻസസ് ബ്ലഡിന്. ഇപ്പോൾ മെൻസസ് ബ്ലഡിനെ ശേഖരിച്ച് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാവുന്ന തരം ആധുനിക ശാസ്ത്ര സംവിധാനത്തിൽ കൊണ്ടുവന്നു. ഇപ്പൊ ചതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല. പഴയ കാലത്ത് മെൻസസിന് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് തുണിക്കഷ്ണങ്ങളാണ്, പിൽക്കാലത്ത് പാഡുകൾ, ഇപ്പോൾ കപ്പുകളാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് മെൻസസ് ബ്ലഡിന് കപ്പ് വരുന്നത് ഈ അടുത്ത കാലത്താണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? കപ്പാവുമ്പോൾ കൃത്യമായി ശേഖരിക്കാം. എന്തിന്? വലിയൊരു വിൽപ്പന ചരക്കാണ് മെൻസസ് ബ്ലഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. എന്തിനാണത്? മെൻസസ് ബ്ലഡ് എന്തിനാ 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 അറിയോ? എന്തിനാ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അപ്പൊ ഒരു കുടുംബത്തിന് ചെലവ് ചെയ്യാൻ ആ കുടുംബത്തിൽ 2, 3, 4 പെണ്ണുങ്ങൾ ഉണ്ടായി. ആരോഗ്യമുള്ള 4 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ചെലവ് കഴിഞ്ഞു. എന്തുകൊണ്ട്? എന്തൊരു കൗമാണല്ലോ പഠിച്ചോൻ. എന്റെ മോട്ടേക്ക് നോക്കിയിരിക്കുന്നു. ഈ പെണ്ണൊക്കെ മാസത്തിൽ മെൻസസ് ഉണ്ടാവും. ഇത് മാർക്കറ്റ് കൊടുത്താൽ ഒരു 4 സിന്ധി പശു ഉണ്ടാവുന്നതിനേക്കാൾ വരുമാനം. ഇതെന്നെ നോക്കി പഠിപ്പിക്കണം. അത് വരും, അത് വരാൻ പോവാണ്. എന്തിനാ മെൻസസ് ബ്ലഡ്? എന്തിനാ അറിയോ? എന്തിനാ? അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയാം, ഉറക്കെ പറയാം. സിഹറിന്, സിഹർ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു വൻകരയാണ് യൂറോപ്പ്. നിങ്ങൾക്ക് എന്നെ വെടിവെച്ചൊല്ലാം, ഞാൻ പറയാനുള്ളത് പറയുന്നു, ഞാൻ പഠിച്ചു പറയാണ്. ലോകത്ത് എന്തുകൊണ്ടാണ് സിഹറിന് ഇത്ര പ്രചാരം കിട്ടാൻ കാരണം അതറിയോ? സയ്യിദു സഹറത്ത് വരാനായി. ആരാ സയ്യിദു സഹറത്ത്? സാഹിരികളുടെ നേതാവാരാ? ദജ്ജാൽ. ഞാനിവിടെ തന്നെ ഇറങ്ങിയാൽ പറഞ്ഞു, നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങളൊന്ന് ചിന്തിക്കും മനുഷ്യന്മാർ. ഇനി ഇവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഭയാനകമാണ്. മനസ്സിലായില്ലേ? മെൻസസ് ബ്ലഡിനെ വിൽക്കപ്പെടും മാർക്കറ്റുകളിൽ. ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും സുലഭമായി വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ് മെൻസസ് ബ്ലഡ്. സൂപ്പർ മാർക്കറ്റിൽ വിതരണം ചെയ്യും. എന്തിന്? സിഹറിന്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇവിടെ നടക്കും, സുലഭമായി നടക്കും. എന്തുകൊണ്ട്? ദജ്ജാൽ വരാനായി. അയാളാരാ? സയ്യിദ് സഹറ, സാഹിര്യങ്ങളുടെ നേതാവ്. കറാമത്തല്ലല്ലോ. മേഘത്തോട് വർഷിക്കുക എന്ന് പറഞ്ഞാൽ മേഘം വർഷിക്കും. എന്തുകൊണ്ട്? സിഹർ. ഭൂമിയിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് നിന്റെ ഉള്ളിലുള്ള നിധി ശേഖരങ്ങൾ പുറത്തെടുക്കെന്ന് പറഞ്ഞാൽ നിധി പുറത്തേക്ക് വരും. എന്തുകൊണ്ട്? സിഹറുണ്ട്. കാണിക്കും. ആളെ മരിപ്പിക്കും, മരിച്ചവനെ ജീവിപ്പിക്കും. എന്തുകൊണ്ട്? പറ. എന്തുകൊണ്ട്? സിഹർ കൊണ്ട്. അയാളാരായാൽ സയ്യിദു സഹറ. അപ്പോൾ ഇനി ഇവിടെ കാലഘട്ടം വരാൻ പോവാണ്. എന്തിന്റെ? സിഹറിന്റെ. സിഹർ ഒളിപ്പിച്ച് കടത്തിയതാണ്. 10,000 കൊല്ലത്തിന്റെ ചരിത്രമുണ്ട് സിഹറിന്റെ ചരിത്രം. ആർക്ക്? യൂറോപ്പിന്. ആ യൂറോപ്യൻ വിദ്യാഭ്യാസം നമ്മൾ വാരി വലിച്ചു തിന്നുമ്പോൾ ആലോചിക്കണം. ഒക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്ക്. ഒരു നാട്ടിൽ നിന്ന് ഒരു സാധനം വരുമ്പോൾ ആലോചിക്കണം. ഒരു ഹോട്ടലിനെ നമ്മൾ കണ്ടാൽ ആ ഹോട്ടൽ ഇന്നാലിന്ന ആളുടേതാണ്, അവനൊരു അക്കും പാത്തില്ല, നമ്മുടെ കയറണ്ട, അപ്പുറത്തേക്ക്. അങ്ങനെ തന്നെയല്ലേ? എന്തുകൊണ്ട്? അവൻ നമ്മളെ ചതിച്ചാലോ ഡൗട്ട് അല്ലേ? എന്തുകൊണ്ട്? അവന് പരമ്പരാഗതമായി അക്കും പാത്തില്ലാത്ത തറവാട്ടുകാരാണ് അവര് ഹോട്ടലിൽ കയറിയാൽ ചിലപ്പോൾ പഴയത് ചൂടാക്കി തരും. പേടിയല്ലേ? ഇതുപോലെ തന്നെയാണ് യൂറോപ്യൻ വിദ്യാഭ്യാസം. ഇന്ന് വരുന്നത് കോമൺ എഡ്യൂക്കേഷൻ അല്ല, യൂറോപ്യൻ എഡ്യൂക്കേഷൻ ആണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് നമ്മളെ മേൽ അധികാരം നേടി. അത് നമ്മളെ മൂല്യമാറ്റി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആത്മീയമായ യഥാർത്ഥമായ തെർബിയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരിൽ യൂറോപ്പ് വളരുകയും ആത്മീയ തകരുകയും ചെയ്യും. അതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം.
ഇന്ന മേൽ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല, വലിയ ദുരന്തം വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നു. ഒരേ സമയത്ത് ബിദഅത്തിനോട് യുദ്ധം ചെയ്യണം, അതേ സമയത്ത് യൂറോപ്പിനോട് യുദ്ധം ചെയ്യണം. യൂറോപ്പ് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞു. നമ്മൾ വന്നു കഴിഞ്ഞു. യൂറോപ്യൻ തൊലാഖിനെ പറ്റി ചില ചർച്ച കേരളത്തിലും ഇന്ത്യയിലും നടന്നപ്പോൾ ചാനലുകാർ വന്നിട്ട് മുസ്ലിം പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്തു. അതിനനുസരിച്ച് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ട് മുഴുവനും സംസാരിച്ചതാരാ? മുസ്ലിം പെൺകുട്ടികൾ. ആണിനും പെണ്ണിനും തുല്യമായി സമ്പത്ത് വീതിക്കണം എന്ന വിഷയത്തിൽ ചർച്ച വന്നപ്പോൾ ചാനലുകാർ മുസ്ലിം പെൺകുട്ടികളെ കണ്ടു. ഈ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും പ്രതികരിച്ചു. എന്ത്? അതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രാകൃത നിയമമാണ്. ഇപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ശരീഅത്ത് ഉടച്ചു വാർക്കണം. മുസ്ലിം പെൺകുട്ടികള് എന്തുകൊണ്ട് അവര് മദീനയേക്കാൾ അവർ വിഴുങ്ങിയത് എന്തിനെയാണ്? യൂറോപ്പിനെയാണ്. ഇതാണ് പ്രശ്നം. ഇത് നമ്മളെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്. വിദ്യാർത്ഥിനോട് എല്ലാം നമ്മൾ സമരം ചെയ്യും. വലിയ ദുരന്തം വരാൻ പോവാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേടിക്കൊന്നു വേണ്ട. എന്തുകൊണ്ട് പേടിക്കൊന്നു വേണ്ട? എന്തുകൊണ്ട്? നമ്മൾ ധൈര്യമായി നിലകൊള്ളണം. നമ്മൾ ധൈര്യമായി നിലകൊള്ളണം. നമ്മളെ മക്കൾ നമ്മുടേതാക്കാൻ ശ്രമിച്ചിട്ട് ആകുന്നില്ലെങ്കിൽ നമ്മുടേതാക്കേണ്ട എന്നും നമുക്ക് വിചാരിക്കാം. അങ്ങനെയും വരും. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പള്ള നിറച്ചിട്ട് പെണ്ണുങ്ങൾ ആശുപത്രിക്കാണ് പോയിട്ട് പിന്നെ ഒരു കുട്ടിയും കൊണ്ടുവന്ന് വന്നാൽ നമ്മളതാന്നാ. അങ്ങനെ വിചാരിക്കണ്ട. അത് പിന്നെ നമ്മളതാകണം. നിങ്ങളിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന ഞാൻ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് നിങ്ങളിൻ്റെ കൂടെ അല്ലേ? ഇപ്പം നമ്മളെ കുട്ടീന്ന് ഇപ്പം നമ്മളെന്തിനാ പറയാ? നമ്മളെ പെണ്ണുങ്ങളെ പള്ള പൊങ്ങി വന്നു. പിന്നെ ഇടക്കിടക്ക് സൂചി കുത്തി. പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ജനുവരി 9 വന്ന് അഡ്മിറ്റ് ആയിക്കളി 10 പ്രസവം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു അല്ലേ? എന്ന് പറയും മനുഷ്യന്മാരെ, നമ്മൾ വിരോധമൊന്നും ഇല്ലല്ലോ പറഞ്ഞാൽ. അങ്ങനെ 9 പോയി അഡ്മിറ്റ് ആക്കി. 10 പ്രസവിച്ചു. 11 പ്രസവിച്ചു. മരുന്ന് വെച്ചു. ഈ കീറി കുട്ടിയിട്ടു ബാങ്ക് കൊടുത്തു, ഇക്കാമത്ത് കൊടുത്തു, അൽഹംദുലില്ലാ മുട്ടായി കൊടുത്തു. 3-ാം ദിവസം ആശുപത്രിയിൽ നിന്ന് വെട്ടി നമ്മളെ പരി കൊണ്ടുവന്ന് വെക്കണോടുകൂടി നമ്മൾ ഉറപ്പിച്ചു ഇത് നമ്മളെ കുട്ടിയാണ്. സംഗതി നമ്മളെ കുട്ടിയാണ്. പക്ഷേ നമ്മളെ കുട്ടിയെന്ന് ഉറപ്പിക്കണ്ട. ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്ന് അല്ലാഹു തആല നൂഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് അതിൻ്റെ അർത്ഥം അത് നിന്റെ കുട്ടിയല്ല നൂഹ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആരോട്? നൂഹ് നബിയോട്. അതിൻ്റെ അർത്ഥം നൂഹ് നബിയുടെ ഭാര്യമായി വ്യഭിചരിച്ചു എന്നല്ല. ലോക ചരിത്രത്തിൽ ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ അർത്ഥം ഇത് ആരാന്റെ ബീജം നൂഹ് നബിയുടെ ഭാര്യയുടെ പള്ളയെ കയറിയെന്നല്ല. നൂഹ് നബിയുടെ മതകീയ സംസ്കാരത്തെ സ്വീകരിച്ചവൻ മാത്രമേ യഥാർത്ഥത്തിൽ നൂഹ് നബിയുടെ മകൻ ആകൂ. അങ്ങനെയാണ്. എന്താ അങ്ങനെയാണോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക്. നിങ്ങളൊന്ന് അങ്ങനെ തന്നെയാണ്. അതന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? വലിയ ആളല്ലേ പഠിച്ചവനെ. എന്റെ കുടുംബത്തിനെ കൊല്ലൂല എന്ന് പറഞ്ഞിട്ട് ഈ തൂഫാനിൽ ഇട്ടിട്ട് എന്റെ കുട്ടിനെ കൊന്നിനെ പഠിച്ചവനെ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു പിന്നെ പറയുന്നത് നിനക്ക് വിവരമില്ലാത്തതിനോട് വിളമ്പരുത്. ജാഹിലികളെ പോലെ എന്നോട് സംസാരിക്കരുത്. ആര് പറയാ? അല്ലാഹു പറയാ. ആരോട് പറയാ? ഏത് നൂഹ് നബി? ശൈഖുൽ അംബിയാ ആയ നൂഹ് നബിയോട് പറഞ്ഞു എന്റെ പെണ്ണുങ്ങളെ പള്ള പൊന്തിയിട്ട് പുറത്ത് ചാടിയതൊക്കെ എന്റെ കുട്ടിയെന്ന് വിചാരിക്കണ്ട നൂഹേ. ആ ജാതി ഭർത്താൻ എന്നോട് പറഞ്ഞ ഞാൻ ഇനി അയലുക്ക ഞാൻ എന്നെ ഉപദേശിക്കാം. അന്തകൂന മിനൽ ജാഹിലി. ജാഹിലികളെ കൂട്ടത്തിൽ കൂടി എന്നോട് മിണ്ടരുത്. മനസ്സിലായോ? നമ്മുടെ സംസ്കാരം സ്വീകരിച്ചവരാണ് നമ്മുടെ മക്കൾ. ഇനി നമ്മളെ രാവിലെ മുഅ്മിനായ ആൾ വൈകുന്നേരം സർവ്വസാധാരണവും. അതൊക്കെ
നിങ്ങൾ പേടിക്കണ്ട, ഓനോട് ഒഴിവാക്ക്. കുറെ പറഞ്ഞു നോക്ക, ചിലത് നന്നാവൂല. എല്ലാം കൂടെ നന്നാവൂ പറയും മനുഷ്യന്മാര്. നന്നാവോ? നന്നാവൂല. ഇത് റസൂലുള്ളാഹിന്റെ പേര് പോരാ. ഈ ചുമരിന്റെ അപ്പുറത്ത് അബൂലഹബിന്റെ പോരാ. 13 കൊല്ലം അപ്പുറത്തും പാർത്തു. നട്ടപ്പാതിരൊക്കെ റസൂലുള്ളാഹി ഖുർആൻ ഓതുന്നത് ഇയാളെ പൊരയൊക്കെ കേൾക്കും. ഈ പൊരയിലാണ് 82 സൂറത്ത് ഇറങ്ങിയത്. തൊട്ടപ്പുറത്തായി ഒന്ന് പറയും മനുഷ്യന്മാരെ. ചില ആളുകൾ പറയാൻ കേട്ടിട്ടുണ്ട്, ഉസ്താദേ നമുക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച എത്ര നന്നായിരുന്നു. ഞാൻ പറയലുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച് കാഫിറാളിനേക്കാൾ നല്ലത് ഇന്നത്തെ കാലത്ത് ഈ ആവറേജിൽ പോയി കിട്ടല. 82 സൂറത്ത് സയ്യിദുനാ ജിബ്രീൽ ഇറക്കി കൊടുത്ത പൊരയുടെ ഒരു ചുമര് അപ്പുറത്ത് അബൂജഹൽ അബൂലഹബ് 13 കൊല്ലം ജീവിച്ച് നന്നായോ? എന്നിട്ട് സൂറത്ത് തുടങ്ങി ഈ സൂറത്ത് ഇറങ്ങുമ്പോഴെങ്കിലും പടച്ചോനെ തോൽപ്പിക്കാൻ വരെയായിരുന്നു. ഞാൻ നന്നാവില്ല എന്ന് പടച്ചോൻ പറഞ്ഞു, എന്നാ ഞാൻ നന്നാവുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നന്നാവില്ല എന്ന് പടച്ചോൻ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നന്നാകാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. അബൂജഹൽ ലഹബ് ഷഹാദത്തിൽ മെല്ലിയാൽ ഖുർആൻ തോച്ചില്ലേ? ചെല്ലിയോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. അബൂലഹബിന്റെ കൈകൾ നശിച്ചോട്ടെ, ഓൻ നന്നാവൂല. നന്നാവൂല ഞങ്ങളാരാ? നന്നാവൂലാണ്. എന്നാ എനിക്ക് ഒന്നാണല്ലോ, ഞാൻ നന്നാവൂല എന്ന് പറയാം. ഞാൻ അങ്ങനെ പറയാൻ തോന്നിയാക്ക് ഇല്ല. നന്നാവാത്തവൻ നന്നാവൂല, കാര്യമില്ല. നന്നാവൂല, എല്ലാരും നന്നാവൂല. നന്നാവണൂല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, എല്ലാരെയും പെടുത്തട്ടെ. ഇനി ഒരാളെ പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് ബേജാറാവണ്ട. അള്ളാന്റെ തഖ്ദീറിൽ ഓനില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ കണ്ടതിനെ മുഴുവനും പേറണ്ട. ഒക്കെ ഓർത്തോളി, ഇനിയുള്ള കാലഘട്ടം ഭയാനകമാണ്. സൂക്ഷിച്ച് ജീവിക്കണം. ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ ആലോചിക്കണം, വളരെ ചിന്തിക്കണം. ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ ആലോചിക്കണം. നമ്മൾ ഈ കുപ്പായം കൊടുക്കുന്ന ഒക്കുകളുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം അങ്ങനെ അമർത്തിയാൽ അവിടെ കൊണ്ട് കുപ്പായം കൊടുത്തു. അങ്ങനെയാണ് ഇനിയൊക്കെ എല്ലാ കൂട്ടത്തിലും കൂടേണ്ടത്. പറ്റൂല എന്നുണ്ടാൽ ആ ഉക്ക അവിടെ നിന്ന് അപ്പുറത്തോട്ടണം. ഈ 1.5 മാസം മുമ്പ് ഒരു പ്രഗത്ഭനായ മുസ്ലിം പണ്ഡിതൻ ലോകത്ത് ഫത്വ ഇറക്കിയിട്ടുണ്ട്, ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം അയാളെ രാജ്യത്തിന് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ട്. അപ്പോൾ ഈ പണ്ഡിതനിലൂടെ ആ രാജ്യം ജനങ്ങളെ സ്വാധീനിച്ചു. അപ്പോൾ പണ്ഡിതന്റെ അഭിപ്രായമല്ല പറയണേ, ആരുടെ അഭിപ്രായമാണ്? രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ അഭിപ്രായം. ഇയാളെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ നരകത്തിൽ പോകും. അല്ലാഹു കാക്കട്ടെ. അതാ ഞാൻ പറഞ്ഞു, ഒക്കിനും പോലെ കണ്ടാൽ മതി. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില റബ്ബറിന്റെ ഒക്കുകൾ ഇങ്ങനെ കൊണ്ടുപോയാണ്ട് പയച്ചുമരിൽ കൊണ്ട് ഇങ്ങനെ കുത്തും ഇല്ലേ? ഒന്ന് കൂടിത്തരും മനുഷ്യന്മാരെ. എന്നിട്ട് അവിടെ പിന്നെ ആണി അടിക്കൊന്നും വേണ്ട, ഇങ്ങനെ കൊണ്ടുപോയാണ്ട് കുത്തും. പിന്നെ എന്ത് ചെയ്യും? അവിടുന്ന് പറ്റൂലെങ്കിൽ അവിടുന്ന് എടുത്തിട്ട് അങ്ങേ ചുമരുമ്പോ കുത്തും. മനസ്സിലാണ്ട് പറഞ്ഞത്? അവിടെ കൊണ്ട് അങ്ങനെയാണ് കുത്തരുത്. നമ്മൾ നോക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടതിൽ മുഴുവനും കൊണ്ട് തലവെച്ച് പോകണ്ട. നമുക്കിവിടെ ഒരു ദീനുണ്ട്, മഹാന്മാര് കാണിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗത്തിനെ അവലംബിച്ച് മുന്നോട്ട് പോവുക, കണ്ടതിന് പിന്നാലെ പോകണ്ട. ഇനി പലരും മനുഷ്യനെ കാഫറാക്കും. അതിൽ ശൈഖന്മാര് കാഫറാക്കും, ത്വരീഖത്തേര് കാഫറാക്കും, ബിദഅത്തേര് കാഫറാക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? വളരെ ശ്രദ്ധിക്കണം. ഇനി ത്വരീഖത്തേര് മനുഷ്യന്മാരെ പേപ്പിക്കണ കാലാണ് ഇനി വരാൻ പോണത്. ത്വരീഖത്തേര് മനുഷ്യന്മാരെ പേപ്പിക്കണം. എന്തുകൊണ്ട്? ചില ദിക്ർ കണ്ടാൽ മനുഷ്യന്മാർ വഞ്ചിതരാവും, അതിന്റെ പിന്നാലെ പോകും, ഖറാമത്തുകൾ കാണിക്കും. ഒരാൾ വായുവിൽ പറക്കുന്നത് കണ്ടാലും അവനെ പിൻപറ്റരുത്, അവന് ശരിയാത്തില്ലാതെ. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഈ കള്ളത്വരീക്കത്തുകാര് അധികരിക്കും, കള്ള ശൈഖന്മാര് അധികരിക്കും. നിസ്കരിച്ചാൽ മനുഷ്യരെ പേപ്പിക്കുന്നവരുണ്ടാവും, നിസ്കരിക്കാതെ മനുഷ്യന്മാരെ പേപ്പിക്കുന്നവരുണ്ടാവും. രണ്ടുണ്ടാവും. നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ കൂടിയ ചിലപ്പോൾ പേക്കും, നിസ്കരിക്കാത്തവരെ കൂട്ടത്തിൽ കൂടിയ ചിലപ്പോൾ പേക്കും.
വളരെ സൂക്ഷിക്കണം ഇനിയുള്ള കാലഘട്ടം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. ഒരു ബാല്യക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. നല്ലൊരു ബാല്യക്കാരൻ, നല്ല ബാല്യക്കാരൻ പ്രേമിച്ചു. കുറച്ചാണ് പിന്നെ ഒന്ന് നിസ്കാരം നിർത്തി. എന്തുകൊണ്ട്? ഓക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല. ഓൾ നിരീശ്വരവാദിയായി. അപ്പോൾ ഈ നല്ല തറവാട്ടുകാരനായ ഈ ബാല്യക്കാരൻ എന്തായി? ഒരു കാലം വരും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു സമിഅതു മിൻ റസൂലില്ലാഹ് യകൂനു ഫി ആഖിരി സമാൻ. ആഖിർ സമാൻ ആയി കഴിഞ്ഞാൽ ഒരാളെ സ്വന്തം കാമുകയും ഭാര്യയും കൊണ്ട് എവിടേക്കിടും? നരകത്തിലേക്ക് ഇടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ആ ഹദീസ് ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസ് എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഒരാളെ ഭാര്യ നരകത്തിൽ, ഭർത്താവിനെ കാമുകി നരകത്തിലെത്തിക്കും, കാമുകനെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വഅലമാർ നരകത്തിലെത്തിക്കും. ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. നരകത്തിന്റെ വാതിൽക്കൽ വഅലമാർ വരും. ഫമൻ അതാഅഹു ഖദഫൂഹു ഫിഹാ. ആരെങ്കിലും ഫമൻ അതാഅഹും ഖദഫൂഹു ഫിഹാ. ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ അവർ കൊണ്ടുപോയി ഇവനെ നരകത്തിൽ. ഈ ഹദീസ് നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. എനിക്ക് ഹദീസിന്റെ ഇജാസത്ത് എഴുതി തരാൻ വേണ്ടി മുഹദ്ദിസായ മഹാൻ എന്ത് ബുഖാരിയുടെ ഹദീസിന് സനദ് എഴുതി തരാൻ. അപ്പോൾ ഹദീസ് മറിച്ചിട്ട് ഈ ഹദീസ് എടുത്തു. എന്നിട്ട് എനിക്ക് ഹദീസിന് ഇജാസത്ത് എഴുതി തരിക ബുഖാരി. ഈ കിതാബ് ഓതാനും ഓതിക്കൊടുക്കാനും നിനക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു എന്ന സമ്മതം തരുന്നതിന് വേണ്ടി ഹദീസ് മറിച്ചപ്പോൾ കിട്ടിയ ഹദീസ് ഇതാ എന്റെ വീട്ടിലുണ്ട്. എനിക്ക് ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ മുഹദ്ദിസ് എനിക്ക് ബുഖാരിയിൽ ഹദീസിന് സമ്മതം തരുമ്പോൾ ഈ ഹദീസ് ഓതി തന്നു. അൻ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹ് ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ നരകത്തിന്റെ വാതിൽക്കൽ വഅലമാർ വരും. ഫമൻ അജാബഹു ഖദഫൂഹു ഫിഹാ. ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ ഈ വഅലമാർ ഇവനെ നരകത്തിലിടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനൊക്കെ എത്ര ഉദാഹരണമാണ്. അത് പറഞ്ഞ് മുഴുവനാണ് പറഞ്ഞ ഞങ്ങൾ പോലും ഇവിടുന്ന് പേണിട്ടു പേടിയായിട്ട് ഞാൻ പറയാതിരിക്കുക. ഈ വയലെങ്കിലും നല്ല എനിക്ക് പിരിയണല്ലോ എന്ന് വിചാരിച്ചു പറയാം. വയലന്മാര് നരകത്തിലേക്ക് ജനങ്ങളെ എത്തിക്കും എന്ന് നിങ്ങൾ കാരക്കുന്നിൽ വെച്ച് പറഞ്ഞല്ലോ. അതെന്താണ് നിങ്ങൾ എന്നോട് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഇതിന്റെ ഒക്കെ പുറത്ത് പോലെ നിങ്ങൾ ഒറ്റക്ക് ഒരു ചോദിക്കും. എന്താ പരസ്യമായി പറഞ്ഞാൽ അത് മനുഷ്യരിപ്പോ മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലാകാതെ പറയാൻ പാടില്ല. പക്ഷെ നടക്കും. فمن أجابهم خذفوه فيها. ദുരന്തം വരാൻ പോവാണ്. ദുരന്തം ചതിയാണ്. 2100 കലണ്ടർ ഇറങ്ങുമോ ഭൂമിയിൽ എന്നോടൊരാൾ സ്വകാര്യമായി ചോദിച്ചാൽ ഞാൻ പറയുക സാധ്യത കുറവാണ് എന്നാണ്. സാധ്യത കുറവാണ്. അതിനർത്ഥം സാധ്യത കുറവാണ്. 2100 മുമ്പ് ലോകാവസാനം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹുവായാലും എനിക്കറിയില്ല. എന്നാൽ സാധ്യതയുണ്ട്. ഒക്കെ റസൂലുള്ള സ്പിരിച്വൽ മീനിങ്ങിൽ പറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഫിസിക്കൽ മീനിങ് ഇല്ല എന്നല്ല. ഉദാഹരണം പറയാ, ലോകാവസാനം വരുമ്പോൾ ദുഹാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഫിസിക്കൽ ദുഹാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് വാദമില്ല, അതിനെ നിഷേധിക്കണില്ല. പക്ഷേ സ്പിരിച്വൽ ദുഹാൻ റസൂലുള്ള കാര്യമായി ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ദുഹാൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, ദുഹാൻ എന്താണ് എൻ്റെ അർത്ഥം? പുക അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ. ഒരു കാര്യം തിരിച്ചറിയാത്ത അവസ്ഥക്ക് നിങ്ങൾ എന്താ പറയാ? ആകെ ഒരു പുകമറ. ഇപ്പൊ ശരിയില്ലല്ലോ. എന്താ വിധിയ? ഒരാളങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? നല്ല നീണ്ട താടി, നീളം കുപ്പായം, എപ്പോഴും എന്താ പറയണേ?
ഓന്റെ കാഴ്ചയിലോ നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവൻ നിങ്ങൾ നരകത്തിലേക്ക് ക്ഷണിക്കുമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അറിയില്ല, തിരിച്ചറിയില്ല. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 2 കൂട്ടരാണ്. എല്ലാ മാലിലും ഒരു 97% ആളുകൾ നല്ലവരും, ഒരു 3% കാരാക്കൂസുകളുണ്ട്. എന്നാലും അതൊരു ചുരുക്കുണ്ട്. എന്ത് പറയും മനുഷ്യന്മാരെ? ഒരു 97% നല്ലവരും ഉണ്ടാവും, ഒരു 3% പള്ളിയിൽ മദർസിലൊന്നും കൂടാതെ ജുമാക്കൊന്നും വരാതെ പിന്നെ പെരുന്നാ പള്ളിക്ക് മാത്രം വരും, സുന്നത്തായ പള്ളിക്ക്. മനസ്സിലല്ലേ? എന്നാലും അൽഹംദുലില്ലാ ഒരു നല്ലൊരു കൂട്ടത്തിൽ കൂടാതിരിക്കലും അൽഹംദുലില്ലാ. ഒരു മരിച്ചാൽ സ്വർഗം കിട്ടാൻ നമുക്ക് ദ്വാരക്കാം. എന്നാലും നമ്മൾ ഇപ്പൊ ഒരു ഉപകാരം വഴി നമുക്ക് ചെയ്തു. എന്തുകൊണ്ട്? എന്തൊരു കൗമാണ് ഇവര്. രാത്രി കള്ളു കുടിക്കൂല, ഇവര് പലിശക്ക് കൊടുക്കൂല, വാങ്ങൂല. ഇവര് അങ്ങനത്തെ ബാങ്കും കാര്യം ഒന്നും ഇവർക്ക് ബന്ധമില്ല. നിങ്ങളിന്റെ കൂടെ അല്ലേ? അപ്പൊ ഇവര് ഈ 97% കള്ളും കുടിക്കൂല, നല്ല പലിശല്ല, ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യൂല. 3% കള്ളുകൂടിയുണ്ട്, സിനിമക്ക് പോവും, കള്ളുടിക്കും, പലിശക്ക് പൈസ കൊടുക്കും, വാങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു 3 കാരാക്കൂസ് കമ്പനി. ഇവർക്ക് വേണ്ടി പടച്ച പോലക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് വരക്കി മനുഷ്യന്മാരെ. എന്തെങ്കിലും മുഖത്ത് പോയി പേടിപ്പിക്കണേ? ആ 3% അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരക്കി മനുഷ്യന്മാരെ. എന്തുകൊണ്ട്? അവര് നമുക്കൊരു ഉപകാരം ചെയ്തെന്നു. എന്ത്? അവര് നല്ലൊരു കൂട്ടത്തില് ചേർന്നില്ല. അപ്പൊ നമുക്ക് നല്ലവരെയും മോശപ്പെട്ടവരെയും വേറിട്ട് മനസ്സിലായി. ഇന്ന് നല്ലവരെന്നെയാണ് മോശപ്പെട്ടവര്, മോശപ്പെട്ടവരെന്നെയാണ് നല്ലവര്. ഇന്നെന്താ ദിവസം? ഞായർ, ഇന്നലെ ശനി, മിഞ്ഞാന്ന് വെള്ളി. വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആനിൽ ദിവ്യാനുരാഗ പ്രകീർത്തനം എന്നൊരു പ്രഭാഷണം. അപ്പൊ അറിയാലോ, അതിന്റെ 220ാമത്തെ പ്രഭാഷണം മിഞ്ഞാന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നു. എന്നോട് പറഞ്ഞു, സാറേ ഒരു രഹസ്യം ഞങ്ങളോട് പറയാണ്ട്, ഇനിയിപ്പോ പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളോട് പറയാണ്. എന്തേന്ന്? എനിക്ക് ചില പള്ളി ഇമാമിങ്ങളെ അറിയും, അവർ നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞു. പള്ളിയിലെ ഇമാമ് ഖത്തീബന്മാർ നിരീശ്വരവാദികളാണ്, എനിക്കറിയാതെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വയലിൽ കേൾക്കുന്നു നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നു? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതെ, പക്ഷെ ഇത് വ്യക്തമായി പറയാം. അല്ല, അസ്കറിന്റെ വാദം മാത്രമല്ല, ഞങ്ങൾ കാര്യം പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റി എത്തിപ്പോവുക. ഒരു പണിയെടുക്കും, അവരെ കൽബിൽ ആരില്ല, അല്ലാഹ് വിശ്വാസമല്ല. ഒരു പഠിച്ച തൊഴിലാണ്, അപ്പോൾ കുത്തുപോടും, അല്ലാഹ് വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗം നിലക്ക് പറയാം. ഇതൊരാൾ ഓടി വന്നിട്ട് നമ്മളോട് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ആളെ ഞാൻ അറിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എനിക്കറിയാം ചില പള്ളി ഇമാമിങ്ങൾ, നിരീശ്വരവാദികളായ പള്ളി ഇമാമികളെ എനിക്കറിയാം. അപ്പൊ ഇവര് ആ മഹലിൽ തുടർന്ന് നിസ്കരിക്കണ ആരെ തുടരുക? കാഫിറിനെ. ഖത്തീബാര കാഫിർ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പള്ളി കമ്മിറ്റിയിൽ കാഫിറുകൾ എനിക്കറിയാം. നിങ്ങൾ എന്തിനാ പേടിച്ചിരിക്കണേ? നിങ്ങൾ ചിരിക്കല്ലേ, ഇത് ചിരിക്കേണ്ട വേളാണോ? يصبح الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا. രാവിലെ മുഅ്മിനായാൽ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം മുഅ്മിനായാൽ രാവിലെ കാഫിറാവും. ഇതൊക്കെ ഇനിയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് അല്ലാഹുവിനെ വേണോ വേണ്ടേ? നമുക്ക് റബ്ബിനെ വേണോ വേണ്ടേ? നമുക്ക് മുഅ്മിനായി ജീവിക്കണ്ടേ? നമുക്ക് മുഅ്മിനായി മരിക്കണ്ടേ? അതിന് സിറാത്തൽ ലദീന, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ മാർഗത്തിൽ പോവുക. ആ വഴിയിൽ ഇങ്ങനെ പോവുക, ഒറ്റ പൂക്കട പോവുക. എന്താ കണ്ണിയെത്തിയത് അത് നമ്മളും ചെയ്യാം. എന്താ ശംസുല്ലമ ചെയ്തത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ അവർ ഉറച്ചത്. എന്താ ബാഫൊക്കെ തങ്ങൾ പൂക്കത്തങ്ങൾ ചെയ്ത അവരൊക്കെ മേശന്റെ താല് പോലത്തെ സാധനങ്ങളാണ് ഈ 4 ആൾ. മലയാളക്കരക്ക് 20ാം നൂറ്റാണ്ടിൽ അള്ളാഹു തന്ന മാണിക്കക്കല്ലുകളാ 4 മനുഷ്യന്മാർ, 2 സയ്യിദന്മാരും 2 അടിമകളും. ബാക്കിയുള്ളവരൊക്കെ അല്ലവരായിരുന്നു. അതിന്റെ പുറമെ ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഉമ്മത്തിനെ സ്വാധീനിച്ച നേതാക്കന്മാരാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? മനസ്സിലായി എന്താണ് ബാഫൊക്കെ തങ്ങൾ ചെയ്തത്? ചെയ്യാ. എന്താ പൂക്ക തങ്ങൾ ചെയ്യാ? അതിന്റെ ഒറിജിനാലിറ്റി ഒപ്പം നിന്ന് കൊടുക്കുക. അതിൽ ഒരു ചതി നമ്മൾ ചതിക്കണ്ട. ആര് ചതി നമ്മൾ പഠിക്കണ്ട, നമ്മൾ ചതിക്കാൻ നടക്കണ്ട.
അതിന്റെ ഒറിജിനാലിറ്റിന്റെ ഒപ്പം പോവാ. മനസ്സിലായില്ലേ? മലയാളക്കരക്ക് അല്ലാഹു ഒരു 4, ഈ 4 എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിർറ. വേദം 4, ഏടുകളും 4, ഇമാമിങ്ങളും 4, ഖുലഫാക്കൾ 4, അഖ്താബ് 4 അല്ലാഹുവിന്റെ രഹസ്യ. അല്ലാഹു എന്നതിലെ ഹർഫുകൾ 4. മനസ്സിലായില്ലേ? അല്ലാഹു എന്നതിലെ ഹർഫുകൾ 4. മുഹമ്മദ് എന്ന ഇസ്മ ഖുർആനിൽ പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹിക്ക് ഒരു വേറൊരു പേരുള്ളത് അഹ്മദ, അതിലെ ഹർഫുകളും. റസൂലുള്ളാഹിനെ പറ്റി ഓമന പേര് പറഞ്ഞ റഹ്മത്ത, അതിലെ അക്ഷരം. ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ, 4 അല്ലാഹുവിന്റെ രഹസ്യ. ചിന്തിക്ക്, 4 അല്ലാഹുവിന്റെ രഹസ്യ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. എന്ത് പറയാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ 4ന്റെ കാര്യം പറഞ്ഞേ? ഇത് കാര്യം പറയാനാണ്. അതായത് നമുക്ക് 4 ആളെ അല്ലാഹു തആല തന്നു, മേശയുടെ കാല് പോലെ. 2 ആലിമീങ്ങൾ, 2 സയ്യിദന്മാർ. പോവന്നെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എപ്പോഴും പോവാ. പിന്നെ നമ്മൾ അവരാരാണ്? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിറകുടികളായി നിന്നിരുന്ന ആളുകളാണ്. അവരെപ്പോഴും പോവന്നെ. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക, അഹ്ലുൽ സുന്നയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായാലും അത് ദീനിനെ ബാധിക്കരുത്. ദീനെന്തായാലും രാഷ്ട്രീയത്തിൽ യോജിക്കുക എന്ന ഇന്നത്തെ മുദ്രാവാക്യം ദജ്ജാലിയൻ മുദ്രാവാക്യമാണ്. അത് ദജ്ജാലിന്റെ മുദ്രാവാക്യമാണ്, അത് മുഅ്മിനിന്റെ മുദ്രാവാക്യമല്ല. മുഅ്മിൻ എന്താ പറയേണ്ടത്? രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോരുത്തർക്ക് എന്തായാലും ദീനിനെതിരാകരുതേ ഉള്ളൂ. മതം ഒന്നാവുക, ഇസ്ലാമിന്റെ അടിത്തറയിൽ ഒന്നായി നിലകൊള്ളുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ അടിത്തറയിൽ ഓരോരുത്തരും നിലകൊള്ളണമെന്ന് വളരെ താഴ്മയോടുകൂടെ പറഞ്ഞുകൊണ്ടും ചില പ്രഭാഷണങ്ങൾ നടത്തുന്നത് ചില പഠനങ്ങൾക്ക് ശേഷമാണ്. ഞാൻ യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞത് വലിയ ഒരു പഠനത്തിന് ശേഷം പറഞ്ഞത്. അതിൽ തന്നെ 10% പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു പഠനം വരുമ്പോഴത്തേനും ആരും പൊളയരുത്. അതെന്തിനാണ്? ചില കാര്യങ്ങൾ നമ്മൾ ഉമ്മത്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില പഠനങ്ങൾ നടത്തുന്നത്. ഒരു പഠനം നടത്തുക എന്നാൽ ജീവൻ പണയം പെടുത്തിയിട്ടാണ് ചില പഠനങ്ങളൊക്കെ നടത്തുന്നത്. അതിന്റെ പിന്നെ നിങ്ങൾ പറയുമ്പോഴത്തിന് ചൂടാവും ചെയ്ത എന്ത് ചെയ്യും? അത് നിങ്ങൾ ചെയ്യരുത്. ഒരു പഠനം നടത്തുന്നവനെ പ്രോത്സാഹിപ്പിക്കേണ്ട, നിരുത്സാഹപ്പെടുത്തരുത്. അത് എങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്നൊരു പുതിയ രീതിയിലാണ് പറഞ്ഞു തന്നത്. എന്താ രീതി? ബഹുമാനപ്പെട്ട ഖുലഫാക്കളിൽ 2 ശൈലി കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയവും മുഅവ്വിയ റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയവും 2ആണ്. എന്നാൽ മതം ഒന്നാണ്. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയാണ്. മനസ്സിലായില്ലേ? അതന്നെ അവർ രണ്ടാളും ഹബീബായ റസൂലുള്ളാഹിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം കുടിച്ച് ദീനം മാറ്റും. അതാരെ പരിപാടിയാണ്? അവർ രണ്ടാളും മന്ദിർ ചോദ്യം കൊടുക്കും. ഏറ്റവും കൂടുതൽ പിഞ്ഞാണ് എഴുതി കൊടുത്തിരുന്ന ആള് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയ. അതായത് പ്രസവിക്കാൻ നേരം വൈകിയാൽ എന്ത് ചെയ്യും? പിഞ്ഞാണമെയ്തലിന്റെ ചരിത്രത്തിലെ ഉപജ്ഞാതാവ് സയ്യിദുനാ അലിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യയുടെ ഫത്വാവയിൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു രാഷ്ട്രീയ രണ്ടാ, പക്ഷേ ഇസ്ലാം ഒന്നാ. രണ്ടാളും വെള്ളം മതിരിക്കും, രണ്ടാളും പിഞ്ഞാണ് എഴുതി കൊടുക്കും, രണ്ടാളും റസൂലുള്ളാഹിയുടെ ജുബ്ബ വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് ശിഫ എടുക്കുമ്പോൾ രോഗം മാറും. രണ്ടാളും റസൂലുള്ളാഹിന്റെ ആസാർ ഹഖായ ആസാർ കൊണ്ട് ബർക്കത്തെടുക്കും. അപ്പോൾ രാഷ്ട്രീയ കാഴ്ചപ്പാട് രണ്ടാൾക്കും 2ആണ്, പക്ഷേ ദീനൊന്നാണ്. പുതിയ മുദ്രാവാക്യം തെറ്റാണ്. ദീനിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതൊക്കെ സാരല്ല, രാഷ്ട്രീയം ഒരുപോലെ നിൽക്കുക എന്ന വാക്ക് തെറ്റാണ്. ആ അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഹക്കായ മാർഗത്തിൽ, അഹ്ലുസ് സുന്ന എന്ന ഹക്കായ മാർഗത്തിൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹ്ദി ഇമാം വരുന്നത് വരെ ഉള്ള തബ്ലീഗും വഹാബിയും ജമാഅത്തും മാത്രമേ മുസ്ലിം ലോകത്തുണ്ടാകൂ. അത് കഴിഞ്ഞാൽ എല്ലാം ആദ്യം എതിർത്താലും പിന്നെ അവരൊക്കെ മഹ്ദി ഇമാമിന്റെ മാർഗത്തിലേക്ക് വരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹ്ദി ഇമാമിന്റെ ദീന് ബഹുമാനപ്പെട്ട ഹക്കായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്. ആ ദീനനുസരിച്ചാണ് അവർ ഉമ്മത്തിനെ
നയിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ആ മഹാന്മാരുടെ പിന്നിൽ അണിനിൽക്കാൻ നമുക്കോ നമ്മുടെ പിൻഗാമികൾ അവർക്കോ അള്ളാഹു തര തൗഫീഖ് തരട്ടെ. ദജ്ജാലിനെ പിൻപറ്റുന്ന കൂട്ടത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ.